അങ്ങനെ നമ്മുടെ യഷിന്റെ ടോക്സിക് മൂവിയുടെ ടീസർ വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ വന്നതാണ്. നമ്മളിപ്പോഴാണ് ഇതിനൊരു നമ്മുടെ ഒപ്പീനിയൻ പറയാൻ പോകുന്നത്. യഷിന്റെ പ്ലക്ക് നമ്മളൊരു വട്ടം കണ്ടതാണ് ക്യാരക്ടർ ഗ്ലിംസിനിടയിൽ. ഇനി ടീസറിനകത്ത് എന്താ അവസ്ഥ എന്നറിയില്ല. സ്നേഹ കണ്ണൊക്കെ പൊത്തുവാണ്. സ്നേഹ അതാ പറഞ്ഞ ഈ കണ്ണൊക്കെ പൊത്തു. അന്റെ കുലസ്ത്രീ മൈൻഡ് ആവുമ്പോ സംവിധായിക സ്നേഹന്റെ ആളായതുകൊണ്ട് കുഴപ്പമില്ല. പ്രോഗ്രസീവ് ആണ്. തുടങ്ങാം. കാന്താറിന്റെ സെറ്റാ. ഞങ്ങൾക്ക് കുറെ ചെറുതല്ല, വലിയ ബഡ്ജറ്റാ. KVN പ്രൊഡക്ഷൻ ഇതെങ്കിലും പുറത്തു വരുമോട്. ഗോവ ഗാങ്സ്റ്റർ. അത് ആരാണ് ശരിക്കും? അത് യഷിന്റെ പ്ലക്ക്. നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നീ സ്ലോ മോഷനിൽ അനക്കത് ട്രിം ചെയ്ത് കാണിച്ചു തരണോ? അത് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ വീട്ടിൽ ചന്ദ്രനാണ്. യഷിന്റെ പ്ലക്ക് ഉണ്ടോ? രവി ഞാനിത് എത്ര കണ്ടതാ. നേരത്തെ ടീസർ സ്ലോ മോഷനിലും ഇല്ല. ഇതിനിത്രേ കാണിച്ചുള്ളൂ. അല്ല, ഇതിനിത്രേ കാണിച്ചുള്ളൂ. മറ്റേത് ഇതിന്റെ ക്യാരക്ടർ മറ്റേ സമയത്ത് ഗ്ലിംസ് ഇറക്കിയ സമയത്ത് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ അന്ന് ഉണ്ടായ കച്ചറ ഉണ്ടാവും. ഇതിൽ കുറച്ച് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ കടാ. മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ. ഏതാ മോനെ കാശ് ചെലവഴിക്കുന്നുണ്ടോ കൊറേ അല്ലേ? ചൈനാട്ടോണോ? യാന റായനാണ് പേര്. റായൻ യഷിന്റെ പേര്. ഇത് സംഗതി ഞാൻ പറയാലോ. സംഗതി ഒക്കെ വലിയ വലിയ ക്യാൻവാസിൽ ഭയങ്കര സെറ്റപ്പായിട്ട് നല്ല കാശ് മുടക്കി എടുത്ത ഫീലൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ഡ്രാമ എലമെന്റ് കൂടിയോ എവിടേക്കോ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഇത് ടീസർ കാണുമ്പോ തിയേറ്ററിൽ വേറെ ഫീൽ ആയിരിക്കും. മൊബൈലിന്റെ സ്ക്രീനിൽ കാണുന്നോണ്ടാ തോന്നുന്നു ഒരു എവിടേക്കോ ഒരു കുറച്ച് ലോ ക്വാളിറ്റി ഫീലിംഗ്. ഇത് ഗോവയിലെ ഡ്രഗ് കാർട്ടലിന്റെ കഥയല്ല, അല്ല സർക്കാരിലെ ബഫൂണിന്റെ കഥയല്ല. ഏതാ പൊടിയുണ്ട് കണ്ടായിരിക്കും. ശരി എന്നാ മോനെ ബോംബറോ അടി ഇട്ടി വെട്ടിയാട്ടോ. വയസ്സായിട്ടുണ്ട് കേട്ടോ, നരച്ചിട്ടുണ്ട്. ഗാങ്സ്റ്ററിന്റെ പ്രായമായ കഥ. സീൻ മാർക്കോന്റെ അച്ഛൻ. റോക്കിംഗ് സ്റ്റാർ യഷ്. ആ പോണു കുടിച്ച് വീണാവുന്നുണ്ട്. സുദേവാണോ? സുദേവാണ് സംഗതി. മറ്റേ സാധനം അടിച്ചു തന്നിട്ടുണ്ട്. മലബാർ ബ്രാൻഡി, പുതിയ ബ്രാൻഡി അടിച്ചു. അല്ലാതെ ഈ ഇതില്ലേ കിഡ്സ് ഒക്കെ ഇല്ലേ കുറച്ചിട്ട് പൊത്തിട്ട് പിന്നെ തല കറങ്ങിയതാണ്. ചോര കണ്ട് തല കറങ്ങിയത്. വയസ്സായിട്ടുണ്ട്. ഇത് വയസ്സായ ഗാങ്സ്റ്ററിന്റെ കഥയാവുന്നുണ്ട്. ഇതിനകത്ത് വയസ്സായിട്ടുണ്ട്. പക്ഷെ മറ്റേ ഗ്ലിംസിനകത്ത് വയസ്സായിട്ടില്ലല്ലോ. അതപ്പോ ഇത് അങ്ങനെ കുറെ കാണിക്കുന്നുണ്ട് ഈ ക്യാരക്ടറിന്റെ. ഇതിന്റെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചോ? അല്ലല്ല, നടിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും? ഇതിന്റെ ആർട്ടിലൊക്കെ പഴയ ഗണ്ണ്, പഴയ കാറ്, ആ സാധനമൊക്കെ കിടണ കേട്ടോ. വില്ലൻ ഓ ഞാൻ പറഞ്ഞേ മാർക്കോന്റെ തന്തേന്ന്. മോനെ ഇത് യഷല്ലേ? യഷാണത്. താടി ഓടിച്ച യഷാണത്. ഡബിൾ റോളല്ലേ? യഷാണത്. യഷാണത് താടി ഓടിച്ച യഷ്. മറ്റേതിലെ വില്ലനെ പോലെ സൂര്യന്റെ സിനിമയിലെ വില്ലനെ പോലെ തോന്നി. ഏത്? ഡോംഗ്ലിയോ യഷാണത്. ഏതാ ഡോംഗ്ലി എത്ര നോക്ക്.
ഇപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് സിനിമേന്റെ ബുദ്ധി എത്ര ഉണ്ടെന്നുള്ളത്. ഡോംഗ്ലി എത്ര, ചിയാൻ വിക്രം എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. എവിടെ ഒരു വിക്രമിന്റെ കട്ട് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത് ക്ലോസപ്പിൽ അത് ഡോംഗ്ലി എത്ര. സർക്കസിലെ കഥയല്ലേ എന്നതാ മോഗിളത് അവിടെ സർക്കസിലെ കഥയോ? ആ ഗീതു മോഹൻദാസ് കേക്കണ്ട, അതിനെ തൊരത്തി അടിക്കും. റോയൽ സർക്കസ് കൊടുത്തിട്ട് സർക്കസ് എന്ന് കാണിച്ച സർക്കസിലെ കഥയാവും ഇപ്പത്. ഇതൊരു ഒരു ഒരു ടൈം പീരീഡ് സെറ്റാക്കി ഒരു ടൈം ലൈനിൽ ഗോവയിൽ ഗാങ്സ്റ്ററും ഡ്രഗ് കാർട്ടിലൊക്കെ തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വയസ്സായ പോലീസുകാരെ കണ്ടിട്ട് ഇന്ത്യൻ പോലീസുകാരെ പോലെ ഏത് ചൈനയോ ജപ്പാനോ ഏത് അവിടെ നിന്നിട്ട് ഇന്റർനാഷണൽ അല്ലേ, ഇങ്ങോട്ട് പിടിക്കാൻ വന്നാണെങ്കിലോ സീ റൂട്ട് വഴി പറയാൻ പറ്റില്ല. പിന്നെ ഇതില് മറ്റേ ബിഗിലെ സെറ്റപ്പാ തോന്നുന്നു, അച്ഛനും മോനും ആയിട്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് അല്ലേ, രായൻ. എനിക്കത് തോന്നുന്നുണ്ടോ, കാരണം ഇത് നരച്ച യഷ് ഉണ്ട്, മോനഷ് വരുന്നുണ്ട്, മോനഷ് താടി പിടിച്ച മോനിഷ്, മോൻ യഷ്, മകൻ യഷ് താടി ഓരോരു ഗംഭീരമായിട്ട് സെറ്റപ്പിൽ എടുത്തിട്ട് ഇവിടെ ഇരുന്ന് പൈസ എത്ര ചെലവാക്കിയ അല്ല യശുണ്ട് പ്രൊഡക്ഷനിൽ. വേറെ കാര്യം ഇതിലേ ഇതുവരെ സ്ത്രീ കഥാപാത്രങ്ങളോ ഒരു എൻട്രിയോ ഒരു ഗ്ലിംസോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ, ഒരു സാധനം കാണിച്ചിട്ടില്ല. അപമാനിക്കൂലെന്ന് ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ ആ പ്ലക്കാൻ നേരത്തെ അടിയിലുള്ളത് പിന്നെ എന്താ, അത് സ്ത്രീ അല്ലേ, ഡമ്മി കൊടുന്ന് വെച്ചതാണോ, എന്ത് മെച്ചം അന്ന് പിന്നെ അത് പറയണ്ടേ. അപ്പൊ നയൻതാരനെ കാണിച്ചിട്ടില്ല, കൈരാധ്വാനിനെ കാണിച്ചിട്ടില്ല, ഉമാ ഖുറേഷിനെ കാണിച്ചിട്ടില്ല, ടോവിനൊന്നും ഇല്ല. അത് മലയാളത്തിൽ ഡബ് ചെയ്തപ്പോ വന്നോ, ഇതൊന്ന് നിർത്തുവോ ഈ നിർത്തി പോയിന്ന്. ടോവിനുണ്ടെന്ന് ഏതാവള് രവി ബസ്രൂറിനെ അറിയോ? ആരാ മ്യൂസിക്കോ എന്ത് കേട്ടോ. രാജീവ് രവി സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ ഉജ്വൽ കുൽക്കർണി, ആർട്ട് മിത്രരാജ് ചൗധരി, മോഹൻ ബി കേരെ, സന്ദീപ് ശർമ്മ. ആർട്ട് നല്ല അല്ലേ, ആർട്ടും സി ജി ഒക്കെ സെറ്റാട്ടോ ഇതിൻ്റെ. പക്ഷെ എനിക്ക് നമ്മൾ ഈ മൊബൈലിൽ കാണുന്നോണ്ടാ തോന്നുന്നു അതിനൊരു ഒരു പഞ്ച് കിട്ടിയില്ല. തിയേറ്ററിലും കിട്ടല്ലേ. അല്ല അതെന്തായാലും സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ തന്നെ വേണം, സൗണ്ടും വിഷ്വലൊക്കെ തിയേറ്റർ തന്നെ വേണം തോന്നുന്നുണ്ട് ഈ സാധനം. പക്ഷെ 10 കുടുങ്ങി പോകുന്നുണ്ട് നമ്മള്. ടോക്സിക്, ദുരന്തർ, ആട്, ഈ മാസമൊക്കെ വെറുതെ ഇരിക്കും, ഒരു സിനിമയും തിയേറ്ററിലില്ല. അതിനും വേണ്ടി അടുത്ത മാസം പെരുന്നാൾ അയച്ചിട്ട് ഇറക്കിക്കൂടെ. ഇത് ഇതിലും 19 നോമ്പ് കഴിയുന്നില്ലല്ലോ ഇവർ ഇറക്കുമ്പോ. എവിടെ കഴിയും 19 തീരുവോ? 20, 23 എങ്ങനല്ലേ ഇത്? 18 തുടങ്ങിയത്. 18 ഇന്നലെ തുടങ്ങിയേ, 19 തുടങ്ങിയേ. 30 അങ്ങനെ 2 ദിവസം മുന്നേ ഇറക്കും. കൊള്ളാണെങ്കിലും നമ്മളേതിനു പോകും ഫസ്റ്റ് ഇല്ല എനിക്ക് പറഞ്ഞുള്ള പണിയല്ലേ പറ. ഇതിനു ഞാൻ പറയട്ടെ, നമുക്ക് ഫസ്റ്റ് ടോക്സിക്കിന് സെക്കൻഡ് നമുക്ക് ആടിന്, നമുക്ക് ലാസ്റ്റ് ദുരന്തർ കാണാം. ദുരന്തർ ഏതായാലും ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 4 ഒരു തിയേറ്ററിലുണ്ട്. അതെ, ഒന്ന് കഴിഞ്ഞാൽ മാറി മാറി കേറാം. അപ്പൊ ഓക്കെ ഗൈസ്, 19 ഞങ്ങൾ ബിസി ആയിരിക്കും അല്ലേ, വേറൊരു കണ്ടന്റും ഇല്ല. ഞങ്ങളൊരു രാവിലെ നമുക്കൊരു ടെന്റും കൊണ്ടുപോവാം വിസ്മയുടെ മുന്നിൽ, അപ്പുറത്ത് വണ്ടി പാർക്ക് ടെന്റിന്റെ ആവശ്യം അല്ലെങ്കിൽ എന്റെ കമന്റിന്റെ അടിയിൽ ഫുള്ള് ടെന്റിന്റെ ആവശ്യം അല്ല. ഇനിയിപ്പോ കാണുന്നവർക്ക് ഇപ്പൊ കാർ ഓണാക്കി വെച്ച് ലൈറ്റ് ഇട്ടൊന്നുള്ള സീനൊന്നും വരില്ല. ടെന്നാണെങ്കിൽ നല്ല ദിവസം തന്നെ വരുന്നുണ്ട്. സജീഷാട്ടോ വിസ്മയ്ക്ക് വിളിച്ചത്, സജീഷാട്ടോ റൂം ഇട്ടു. അപ്പൊ ഓക്കെ ഗൈസ്, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അല്ല എനിക്ക് ഏകദേശം ആ ഫീൽ അടിച്ചു. ഇത് ഒരുമാതിരി ക്വാളിറ്റി ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് അതിന്റെ കളറും പിന്നെ അതിന്റെ മൊത്തം സെറ്റപ്പിനൊക്കെ കുറച്ച് ഹാർഡാണ് ഇത് പുള്ള ചെയ്തെടുക്കാൻ. കാരണം അങ്ങനൊരു ടൈം പീരീഡ് കാണിച്ച് അതിന്റെ എല്ലാം കൂടി നമ്മളെ കൺവിൻസ് ചെയ്യിക്കണ്ടേ. ഇപ്പൊ നടക്കുന്ന സംഗതിയാണ് വീണ്ടും നമുക്കത് ക്യാച്ച് ചെയ്യാം. ഇത് ഏതോ ഒരു ടൈം ലൈനിൽ ഏതോ ഒരു കാലഘട്ടമൊക്കെ അവർക്ക് ഫുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ്. KGF വീണ്ടും നമുക്ക് അത്ര ഇല്ല, ഇതേപോലത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ഇത് കണ്ടില്ലേ ഇതിന്റെ കോട്ടും സൂട്ടും വണ്ടിയും മൊത്തത്തിൽ അങ്ങനെ ഇതാവുമ്പോ കുറച്ച് പാടാണ് തോന്നുന്നു. എന്താണെങ്കിലും
KGF എക്സ്പെക്ടേഷൻ ഞാൻ ടോക്സിക്കിന് വെക്കുന്നില്ല. കാരണം എ ഗാങ്സ്റ്റർ മൂവി ത്രൂ എ ഫീമെയിൽ ഗെയ്സ് എന്നാണ് ഇതിന്റെ അത് രസല്ലേ എന്താവും അവരുടെ ഒരു ഇമ്പാക്ട്. അതായത് സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലൂടെ മെയിൽ ഡോമിനൻസി മെയിൽ ഗാങ്സ്റ്റർ സാധനം കാണിക്കുക എന്നാണ് ഇതിന്റെ ഡയറക്ടറായ ഗീതു മോഹൻദാസ് പറഞ്ഞത്. എന്തൊരു ലാസ്റ്റ് എല്ലാം കൂടി വന്നിട്ട് അവസാനം എന്താണെന്ന് പറയാ, പെണ്ണുങ്ങൾ എല്ലാരും കൂടി യശിനെ അടിച്ചിട്ട് പോകും. അതായിരിക്കും ഇപ്പൊ കഥ. ലാസ്റ്റ് യശിനെ തേച്ചിട്ടാണ് പോകും. യശിനെ നല്ല അവിടെ ഇട്ട് പ്ലക്കിയിട്ടാണ് വിടും. അതോപ്പം ഉണ്ടാവാൻ പോണത് എനിക്ക് തോന്നുന്നതാണ് ഇപ്പൊ. പക്ഷെ യശ് ഇതിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ